നമസ്കാരം. അപ്പം ഇന്ന് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത് കൂർഗിലുള്ള ഒരു ഫേമസ് റെസ്റ്റോറൻറ്റിലാണ്. കുസീൻ പാപ്പര എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഒത്തൻറ്റിക് ആയിട്ടുള്ള കൂർഗ് ഡിഷസ്, കുടവ ഡിഷസ് ഇവിടെ കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പം ഒത്തിരി ആൾക്കാർ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള കൂർഗ് ഡിഷസ് കഴിക്കണമെങ്കിൽ ഇവിടെ വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നത് ഒരു വെജ് മീൽസ്, അതിൻ്റെ കൂടെ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള പോർക്കിൻ്റെ 2 ഐറ്റംസ് ഉണ്ട്, ഒരു ജാക്ക് ഫ്രൂട്ട് കറിയുണ്ട്, പിന്നെ അവരുടെ സ്പെഷ്യലായിട്ടുള്ള ആക്കി റൊട്ടി. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എത്തി. മീൽസിൽ ആദ്യം സാമ്പാർ, രസവും പിന്നെ ഒരു സാലഡ് പോലത്തെ സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മീൽസ് ഒട്ടും കറികളൊക്കെ വളരെ കുറവായിരുന്നു. ഒരു മീൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനേക്കാളും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതും പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു അക്കി റൊട്ടി, ഒരു ജാക്ക് ഫ്രൂട്ട് ഫ്രൈ, പിന്നെ ഒരു പോർക്കിൻ്റെ ഒരു ഫ്രൈ ആണ് കേട്ടോ. പോർക്ക് ഫ്രൈ റോസ്റ്റ്, പോർക്ക് ഫ്രൈ അല്ല, ഫ്രൈ എന്ന് പറഞ്ഞാലും അതൊരു റോസ്റ്റ് പരുവത്തിനാണ് ഇരിക്കുന്നത്. അപ്പം ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇനി ഇതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അക്കി റൊട്ടി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി പപ്പടം പോലെ ഇരിക്കും. നമ്മുടെ വെളുത്ത പൂരി എന്നൊക്കെ വിളിക്കുക അതിന്. എങ്ങനെയുണ്ടോന്ന് നോക്കട്ടെ. ചുട്ടെടുക്കുന്നതാണ്. ആ ചുട്ടെടുക്കണതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് ഫ്ലേവറൊന്നുമില്ല. നമ്മുടെ അരിയുടെ സ്വാദാണ് വരുന്നത് കേട്ടോ. അരി വെച്ച് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലെ ഇതാണ് നമ്മുടെ പോർക്ക് കറി. ഇവരുടെ ഒന്ന് കഴിച്ചു നോക്കാം. ഇവരുടെ പോർക്ക് ഡിഷസിലെല്ലാം കച്ചപ്പുളി എന്ന് പറയുന്ന സാധനം, അതിൻ്റെ കച്ചപ്പുളി സിറപ്പാണ് മെയിനായിട്ട് ഇവരുടെ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യുന്നത്. ഇത് വേറൊന്നുമല്ല, നമ്മുടെ കുടംപുളിയുടെ സിറപ്പാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുടംപുളിയുടെ ടേസ്റ്റാണ്. അതായത് പോർക്ക് നമ്മൾ കുടംപുളി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും, ആ ഒരു സ്വാദാണ് വരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ കുടംപുളി ഇട്ട് പോർക്ക് വെക്കുന്നതിനെ പറ്റി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. പക്ഷെ നല്ല സ്വാദാണ്. നൈസ്. ഇത് കോമ്പിനേഷനാണ് അക്കി റൊട്ടി. നമുക്കിതാ ഇത് ചക്ക ഫ്രൈ ആണ്, ജാക്ക് ഫ്രൂട്ട് ഫ്രൈ. ജാക്ക് ഫ്രൂട്ട് ഫ്രൈ. അപ്പം ഇത് ഇവിടെ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലും കുടംപുളിയുടെ സിറപ്പുണ്ട്, കുടംപുളിയുടെ ഫ്ലേവറാണ് വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇവരുടെ മെയിൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കുടംപുളിയാണ്. കുടംപുളിയുടെ സിറപ്പ്, കുടംപുളിയുടെ ആ ഒരു സ്വാദുമാണ് ഇതിലെല്ലാം ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്. ചക്ക നല്ലതാണ് കേട്ടോ. നമ്മുടെ മൂത്ത ചക്കയല്ല, ഇടിയൻ ചക്കയല്ലേ, ചെറിയ ചക്ക, ഇടിയൻ ചക്ക ആണ്. ചക്കയുടെ സ്വാദും പോർക്കിൻ്റെ സ്വാദം എല്ലാം ആ ഒരു ഫ്ലേവർ സെയിം ആണ്. അതായത് കുടംപുളിയുടെ ഫ്ലേവറാണ്. ചോറ് കൂട്ടി ഒന്ന് കഴിച്ചു നോക്കട്ടെ. മീൽസിൽ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. മീൽസിൽ ആ സാമ്പാറും രസവും മാത്രമേ തന്നിട്ടുള്ളൂ. നമ്മളിത് സൈഡ് എക്സ്ട്രാ പറഞ്ഞേക്കുന്നതാണ്. ഒരു മീഡിയം സ്പൈസിയാണ്. നന്നായിട്ട് നമുക്ക് സുഖമായിട്ട് കഴിക്കാം. ഇവരുടെ രസം നോക്കട്ടെ. രസം നല്ലതാണ്. സാമ്പാർ നോക്കട്ടെ. സാമ്പാർ നമ്മുടെ കേരളത്തിലെ സാമ്പാർ വരെയുണ്ട് കേട്ടോ. കർണാടക സ്റ്റൈൽ സാമ്പാറല്ല, അതൊരു കേരള ടച്ചുള്ള സാമ്പാറാണ്. അപ്പം ഓവറോൾ റെസ്റ്റോറൻറ്റ് അടിപൊളിയാണ്. ഫുഡൊക്കെ നല്ല ടേസ്റ്റിയാണ്. സ്പെഷ്യലായിട്ടുള്ള കുടവ ഡിഷസൊക്കെ ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരിക്കലെങ്കിലും വന്നു പോകാൻ പറ്റിയ ഒരു റെസ്റ്റോറൻ്റാണ്. ഒത്തൻറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷനാണെന്നാണ് പറയുന്നത്. എന്തായാലും ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. അത് വേറൊരു സാധനം കൂടെ ഓർഡർ ചെയ്തു. ഇത് ചിക്കൻ ചുഡൽസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ കേട്ടപ്പോൾ ചിക്കൻ ചുട്ടെടുത്തതാണെന്ന് വിചാരിച്ചത്, പക്ഷേ കണ്ടിട്ട് ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തതാണ് കേട്ടോ. വേറെ ഫ്ലേവേഴ്സൊന്നും കിട്ടുന്നില്ല. ക്രിസ്പായിട്ടും ചിക്കൻ നല്ല ചൂടോടെ വറുത്ത് കോരി എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും, ആ ഒരു ടേസ്റ്റാണ്. ഇവരുടെ റെസ്റ്റോറൻറ്റിൽ ഇത് 2nd ഫ്ലോർ ആണ്. താഴത്ത് ഇവർക്ക് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ കുറേ ആൻറ്റിക് പീസസ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ചൂല് മുതൽ, ഇതായിരിക്കുന്ന ചൂല് മുതൽ അവർ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങൾ മുതൽ ഒരുപാട് ആൻറ്റിക് സാധനങ്ങളുണ്ട്.
ഇവരുടെ ഒരു ട്രഡീഷൻ്റെ പാർട്ടായിട്ടുള്ള സാധനങ്ങളായിരിക്കും ഈ കാണുന്നത് മൊത്തം. ചില ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതൊക്കെ കിച്ചണിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അതുപോലെ ഫിൽറ്റർ കോഫി ഉണ്ടാക്കുന്ന പാത്രമുണ്ട്. കണ്ടിട്ട് മനസ്സിലാവുന്നതാണ് ഞാൻ പറയുന്നത്. ഒരുപാട് സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് തന്നെ അറിയില്ല. അതുപോലെ ട്രാസ് ഉണ്ട്, പിന്നെ മ്യൂസിക് ഇൻസ്ട്രുമെൻസ് ഉണ്ട്, പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അതുപോലെ താഴത്തെ ഫ്ലോറിലും അതിൻ്റെ താഴെയും ഒക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. മറ്റേ ഇടിക്കുന്ന സാധനമൊക്കെ മരത്തിൻ്റെ സാധനമാണ്, മരമാണത്. അതുപോലെ ബാംബുവിൻ്റെ ഒരു സാധനമുണ്ട്, പറയുണ്ട്. ഒരു തൊട്ടിൽ കൊടുത്തിട്ടുണ്ട്. തൊട്ടിൽ ഇതിൻ്റെ ഭാഗമല്ല, ഇവിടെ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ കിടത്താനായിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ്. പിന്നെ ഒരു ചാരുകസേരയുണ്ട്. ചാരുകസേര നോക്കി നമ്മുടെ കേരളത്തിലുള്ള ചാരുകസേര തന്നെയാണ്. അതുപോലെ തൂക്കുവിളക്ക്, ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു, നമ്മുടെ കേരളത്തിലുമുള്ള സാധനങ്ങളാണ്. പിന്നെ കുറേ ഇവരുപയോഗിക്കുന്ന കത്തി, അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. കുന്തം, കത്തി അതുപോലത്തെ ഉള്ള ആയുധങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വലിയ പാത്രം, ചെരുവം ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ മെതിയടികൾ വെച്ചിട്ടുണ്ട്. ഈ സ്റ്റെയേഴ്സിൻ്റെ സൈഡിൽ കൂടെ നോക്കുമ്പോൾ മെതിയടികൾ വെച്ചേക്കുന്നത് കണ്ടോ, അത് ഭയങ്കര രസമാണ്. അതുപോലെ കൊട്ടകൾ വെച്ചിരിക്കുന്നത് ഭയങ്കര രസമാണ്. അയൺ ബോക്സസ്, പഴയ ഇരുമ്പിൻ്റെ അയൺ ബോക്സസ്, വലിയ തവികൾ, പല ഷേപ്പിലുള്ള കൊട്ട, തൂക്കിയിടുന്ന സാധനം, ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഈ ഒരു തോക്ക് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർക്ക് തോക്കിന് ലൈസൻസ് കൊടുത്തിട്ടുള്ള ആൾക്കാരാണ്. കുടുംബന്മാരുടെ എല്ലാ വീട്ടിലും അവർക്ക് ഓരോ തോക്ക് ഉണ്ടാവുമെന്നാണ് കേട്ടേക്കുന്നത്. അതിന് അവർക്ക് ലൈസൻസും ഉണ്ട്. ഈ ഒരു മുകളിലുള്ള സാധനം അത് ഇതുപോലെ ഒരു ആൻറ്റിക് പീസാണ്. അതിൻ്റെ പേര് എനിക്ക് നേരത്തെ അറിയായിരുന്നു, മറന്നുപോയി. എന്തായാലും നല്ല ബ്യൂട്ടിഫുള്ളി അറേഞ്ച്ഡ് ആണ് ഇവരുടെ ഇത്രയും ഐറ്റംസ്. ഇത്രയും ആൻറ്റിക് പീസസ് ഒക്കെ വെച്ചിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം അവിടെ കുറേയേറെ സാധനങ്ങളുണ്ട്. അതൊക്കെ എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇടികല്ല് മുതൽ, കലം മുതൽ, ആഭരണപ്പെട്ടി മുതൽ, ഉരുളി, മദ്ദളം, അതുപോലെയുള്ള സകലമാന സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്താ ചപ്പാത്തിക്കോലാണോ, കുറേ ഐറ്റംസ് ഉണ്ട്. പലതരത്തിലുള്ള കൊട്ടകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കുറേയൊന്നും ഇതെന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും എല്ലാം ആൻറ്റിക് പീസസ് ആണ്. ഇങ്ങനെ മനോഹരമായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഭിത്തി മുഴുവൻ പലതരത്തിലുള്ള കൊട്ടകളുടെ കളക്ഷനാണ്. ബാമ്പു വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കൊട്ടകളുടെ കളക്ഷൻ. മുറം കൊട്ട, പല ഷേപ്പിലുള്ള കൊട്ട, ഇതിനൊക്കെ ഓരോ പർപ്പസ് ഉണ്ടാവും. അതൊന്നും എനിക്കറിയില്ല. അതുപോലെ നമ്മുടെ പണ്ടത്തെ അടക്കുപാത്രം, ഓടിൻ്റെ അടക്കുപാത്രം. പിന്നെ അടുത്ത ഭിത്തിയിൽ മൊത്തം കൊടുത്തിരിക്കുന്ന കോപ്പറിൻ്റെ ഐറ്റംസാണ്. കോപ്പറിൻ്റെ സാധനം കണ്ടോ, താവേ എന്നാണ് എഴുതിയിരിക്കുന്നത്. കന്നഡയിൽ താവേ എന്നായിരിക്കും പറയുന്നത്. ഇത് നമ്മുടെ കലപ്പയാണ്, നിലം ഉഴുവുന്ന സാധനം. ലെവലർ യൂസ് ഫോർ കൾട്ടിവേറ്റിംഗ് ഫീൽഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് വായിച്ചപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ കൃഷിനിലം ഇങ്ങനെ ലെവലാക്കുന്ന സാധനമാണ്, പണ്ടത്തെ സാധനമാണ്. അതിൻ്റെ മുകളിൽ ഇരിക്കാനാണ് ഒരു കുന്തം എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതാണ് ശരിക്കുമുള്ള കുന്തം. ഇവിടെ വേറെ കുറേ ഐറ്റംസ്. അപ്പോൾ ഇത് 1, 2, 3 നിലകളിലായിട്ട് ഇഷ്ടംപോലെ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ആൻറ്റിക് പീസസ്, വാൽക്കിണ്ടി മുതൽ പേരറിയാത്ത കുറേ സാധനങ്ങൾ വരെയുണ്ട്. പഴയ റേഡിയോ, ജഗ്. പിന്നെ ഇതെന്താണെന്ന് ഒരു പിടിയില്ല, കുറേ സാധനങ്ങളുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് ഒരു പിടിയില്ല. സ്പെഷ്യൽ സാധനങ്ങളാണെന്ന് മാത്രം കണ്ടാൽ തന്നെ അറിയാം. എന്തായാലും ബ്യൂട്ടിഫുള്ളി അറേഞ്ച്ഡ്.